പണ്ട് മാർവലിനൊരു പീക്ക് എറ ഉണ്ടായിരുന്നു. കോമിക്കോൺ പോലത്തെ എന്ത് പരിപാടിക്ക് ചെന്നാലും ഒരുപാട് അപ്ഡേറ്റ്സും ട്രെയിലറുകളൊക്കെ ഇട്ടിട്ട് ആ പരിപാടി മൊത്തത്തിൽ തൂക്കുന്നത് മാർവലായിരിക്കും. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മാർവൽ ഇസ് ബാക്ക്. അതായത് ഓൾറെഡി കോമിക്കോണിൽ നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ ട്രെയിലർ, അതായത് ഡൂംസ്ഡേയുടെ ട്രെയിലർ, കാസ്റ്റിംഗ്, ഗോസ്റ്റ് റൈഡർ മൂവിയുടെ കാസ്റ്റിംഗ്, ബ്ലാക്ക് പാന്തർ 3യുടെ അനൗൺസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല രീതിക്കുള്ള അനൗൺസ്മെൻ്റ് ഒക്കെ തന്ന് കത്തിച്ചിട്ടാണ് പോയത്. ഇനി D23 എക്സ്പോയിൽ എന്താണ് കാണിക്കാനുള്ളതെന്നൊക്കെ പറയുമ്പോൾ ഇന്നാ പിടിച്ചോ അടുത്ത അപ്ഡേറ്റ്സുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡൂംസ്ഡേയുടെ സെക്കൻഡ് ട്രെയിലർ, എക്സ്മെൻസിൻ്റെ അതായത് പുതിയ ഇറങ്ങാൻ വേണ്ടി പോകുന്ന എക്സ്മെൻസിൻ്റെ പുതിയ കാസ്റ്റ്, പിന്നെ നമ്മുടെ വിഷൻ കോസ്റ്റിൻ്റെ ട്രെയിലർ എല്ലാം തന്ന് ആ D23 എക്സ്പോയും മാർവൽ അങ്ങ് തൂക്കിക്കൊണ്ടുപോയി. അതിൽ മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത് നമ്മുടെ മാർവലിൻ്റെ മെയിൻ 2 സാധനങ്ങളാണ്. അതായത് ഡൂംസ്ഡേയുടെ ട്രെയിലറും വിഷൻ കോസ്റ്റിൻ്റെ ട്രെയിലറും പിന്നെ എക്സ്മാൻ്റെ കാസ്റ്റും. പിന്നെ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് നമുക്ക് പിന്നെ വരാം. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് ആ വിഷൻ കോസ്റ്റിൻ്റെ ട്രെയിലറും ബ്രേക്ക് ഡൗൺ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലെന്തൊക്കെ കാണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പ് ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. അതായത് വിഷൻ കോസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ വന്ന ടൈമിൽ നമ്മളും അത് വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വിഷൻ പുള്ളിയുടെ ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെൻ്റൽ സൈക്കോളജിക്കൽ ത്രില്ലർ പോലെയായിരിക്കും ഈ സീരീസ് പോകാൻ വേണ്ടി പോകുന്നത്. അത് ഈ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും കൺഫേം ആയിട്ടുണ്ടാവും. അങ്ങനെ തന്നെയാണ് സാധനം. അതുമാത്രമല്ല ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ AIs ആയിട്ടുള്ള ഫ്രൈഡേ, ജാർവിസ്, ഇവരെ പോലുള്ള ഈഡിത്ത്, ഇതേപോലുള്ള ആ AIകൾക്കൊക്കെ ഹ്യൂമൻ ഫോം ഇതിൽ കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആ ഹ്യൂമൻ ഫോമൊക്കെ നമുക്ക് ഈ ട്രെയിലറിൽ തന്നെ കാണാൻ വേണ്ടിയും പറ്റും. അങ്ങനെ ട്രെയിലറിൻ്റെ ഓപ്പണിങ്ങിൽ തന്നെ നമ്മുടെ വിഷൻ ഒരു ലോക്കൽ പബ്ബിൽ ഒരു ബാർട്ടൻഡറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതും പുള്ളിയുടെ ഹ്യൂമൻ ഫോമിൽ. അതായത് ആ വാണ്ട വിഷൻ സീരീസിൽ തന്നെ ആ ഹെക്സിൻ്റെ ഉള്ളിൽ വാണ്ട ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ വിഷൻ, ആ വൈറ്റ് വിഷന് പുള്ളിയുടെ മെമ്മറീസൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതായത് പുള്ളിയാണ് ഒറിജിനൽ വിഷൻ. പക്ഷേ ആ മൈൻഡ് സ്റ്റോൺ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് തന്നെ പുള്ളിക്ക് ആ ഒരു ഇമോഷൻസ് ഉണ്ടാവില്ല. അങ്ങനെ പുള്ളിക്ക് ആ മൊത്തം മെമ്മറീസും നമ്മുടെ മറ്റേ ആ എക്സിൻ്റെ ഉള്ളിലുള്ള വിഷൻ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ആ മെമ്മറീസൊക്കെ കിട്ടിയിട്ട് അയാം വിഷൻ എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്ക് പോയിട്ടുണ്ടാവും. പിന്നെ പുള്ളിനെക്കുറിച്ച് ഒരു അഡ്രസ്സും ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള പുള്ളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണ്. അങ്ങനെ പുള്ളി ഇപ്പോൾ ഒരു ബാർട്ടൻഡറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഉള്ളൊരു ചേച്ചി നമ്മുടെ വിഷൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഇതിന് മുമ്പ് ഒരു റെഡ് ഹെഡ് ആയിട്ടുള്ള ലേഡീനെ കൂടെ ഇവിടെ വരില്ലായിരുന്നു എന്നൊക്കെ പറയാണ്. അതായത് പുള്ളി ഇതിന് മുമ്പ് അവിടെ നമ്മുടെ വാണ്ടയുടെ കൂടെയൊക്കെ വന്നിട്ടുണ്ട്, അതായത് ഒറിജിനൽ വിഷൻ. കാരണം അവിടെ W+V എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതായത് ഇവർ ഇതിന് മുമ്പൊക്കെ ചിൽ ഔട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ആ പബ്ബായിരിക്കും അത്. അങ്ങനെ പുള്ളി അത് ഞാനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാനേജ് ചെയ്തിട്ട് അവിടെ നിന്ന് പോവാണ്. ആക്ച്വലി ഇത് ഒറിജിനൽ വിഷൻ അല്ല. കാരണം ആ ഒറിജിനൽ വിഷൻ്റെ ബോഡിയാണ്, പക്ഷേ ആ ഒറിജിനൽ വിഷൻ്റെ മെമ്മറീസും ഉണ്ട്. പക്ഷേ ആ ഒറിജിനൽ വിഷനായിട്ട് അങ്ങോട്ട് ബോണ്ടായിട്ടില്ല മെമ്മറീസും ബോഡിയായിട്ട്. അങ്ങനെ പുള്ളിക്കാരത്തി നീ വീട്ടിൽ പോകണം എന്നൊക്കെ ചോദിച്ചതും എൻ്റെ വീട് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് പുള്ളി എന്തോ ഒരു ഹൈബർനേഷൻ അങ്ങനെ എന്തോ ഒരു സംഭവം പോലെ പുള്ളിയുടെ മൈൻഡിൽ തന്നെ എന്തോ ഒരു പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓൾമോസ്റ്റ് ഒരു 50-60% ഈ ഷോയിൽ നടക്കാൻ വേണ്ടി പോകുന്നത് ആ വിഷൻ്റെ ആ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പ്രോസസ്സിങ്ങിലായിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത്. കാരണം പുള്ളിയുടെ വീട് തന്നെ പുള്ളിയുടെ മൈൻഡിൻ്റെ ഉള്ളിലാണ് കെട്ടി വെച്ചിരിക്കുന്നത്. വാണ്ട എങ്ങനെയാണോ ഒരു ഹെക്സ് ഉണ്ടാക്കിയിട്ട് അതിൽ അവളുടെ ഒരു ലൈഫ് ജീവിച്ചുകൊണ്ടിരുന്നത്, ഇവിടെ നമ്മുടെ വിഷനാണെങ്കിൽ പുള്ളിയുടെ മൈൻഡിൻ്റെ ഉള്ളിൽ തന്നെ ജീവിക്കുകയാണ്. ഭർത്താവും കണക്കാണ്, കെട്ടിയോളും കണക്കാണ്. അങ്ങനെ പുള്ളിയുടെ മൈൻഡിൻ്റെ ഉള്ളിൽ ഒരു റെട്രോ വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പുള്ളി ജീവിക്കുന്നത്. അങ്ങനെ പുള്ളിക്ക് അവിടെ ഒരു ഫാമിലി ഉള്ള പോലെയാണ് നമ്മുടെ വിഷൻ അവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ ആ AIകളെയൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ടാവും. അതായത് ഒറിജിനൽ ജാർവിസിന് വോയിസ് കൊടുത്തിട്ടുള്ള ആ പുള്ളിയായിരിക്കും ജാർവിസായിട്ട് അവിടെ ആ ഹ്യൂമൻ ഫോമിൽ ഉണ്ടായിട്ടുണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ ഫ്രൈഡേക്ക് വോയിസ് കൊടുത്തിട്ടുള്ള ആ ചേച്ചിയായിരിക്കും അവിടെ ഹ്യൂമൻ ഫോമിൽ ഫ്രൈഡേ ആയിട്ടുണ്ടാവുക. പിന്നെ ഈഡിത്തുണ്ട്. പക്ഷേ ഈഡിത്ത് ജൊക്കോസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒക്കെ അതിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും ഈ ട്രെയിലറിൽ കാണിച്ചിട്ടില്ല. പക്ഷേ ഒഫീഷ്യൽ കാസ്റ്റ് ലിസ്റ്റിലൊക്കെ ഇവരൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഇനി വരുന്ന എപ്പിസോഡ്സിലോ ട്രെയിലറുകളിലോ ഒക്കെ ചിലപ്പോൾ കാണിക്കുമായിരിക്കും. പിന്നെ ആ ഡോറിൻ്റെ ബാക്കിൽ നമ്മുടെ വിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കാണാൻ വേണ്ടി പറ്റും. ആക്ച്വലി നമ്മുടെ വിഷന് ഇതേപോലെ ഒരു കോമിക് ഉണ്ട്, വിഷൻ ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട്. അതിൽ പുള്ളിയുടെ അതായത് വാണ്ടയുടെ ആ ബ്രെയിൻ പാറ്റേൺസ് ഒക്കെ വെച്ചിട്ട് ജക്കോസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ആൻഡ്രോയിഡിനെ പുള്ളി വൈഫായിട്ട് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ 2 മക്കളൊക്കെ ഉണ്ടാവും. അങ്ങനെ പുള്ളി ആ ഒരു വീട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. സോ ആ ഒരു സംഭവത്തിൽ നിന്നൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടായിരിക്കും, ആ ഒരു കോമിക്കിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടായിരിക്കും ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം നമ്മുടെ വിഷൻ തന്നെ ഒരു തിയേറ്ററിൻ്റെ മുന്നിൽ കൂടെ നടന്നു പോകുന്നവരാണ് കാണിക്കുന്നത്. അതായത് അവിടെ പോസ്റ്ററുകളായിട്ട് കാണാൻ വേണ്ടി പറ്റും ഡെത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താനോസ് ഒറിജിനൽ വിഷൻ്റെ നെറ്റിൽ നിന്ന് ആ ഒരു മൈൻഡ് സ്റ്റോൺ എടുക്കുന്ന പോലെയും വിഷൻ ചാവുന്ന പോലെയുള്ള ആ സംഭവം. അതേപോലെ റീവിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിഷൻ പുനർജനിച്ച ആ വൈറ്റ് വിഷനായിട്ട് വരുന്ന ആ സംഭവം. അതായത് ഇതൊക്കെ വിഷൻ്റെ മൈൻഡിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളാണ്. അതായത് പുള്ളിയുടെ ആ മെമ്മറീസ് തന്നെ പുള്ളി തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ പണ്ട് നമ്മുടെ ലോക്കിക്ക് മോർബിയസ് പുള്ളിയുടെ ആ പാസ്റ്റൊക്കെ ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവർക്ക് നടക്കാനിരിക്കാതിരുന്ന, അതായത് പുള്ളിക്ക് നടന്നിട്ടില്ലെങ്കിലും പുള്ളിയുടെ ഫ്യൂച്ചർ സെൽഫിൽ ആ സംഭവങ്ങളൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ടല്ലോ. അതേപോലെ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. അതായത് നമ്മുടെ ഈ വിഷന് നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഓൾറെഡി, പക്ഷെ പുള്ളിക്കത് അറിയത്തില്ല. പക്ഷെ ആ മെമ്മറീസ് ഒക്കെ പുള്ളിക്കുണ്ട്, പക്ഷെ അതിനെക്കുറിച്ചുള്ള ഒരു ഇമോഷൻസ് പുള്ളിക്കില്ല. അതാണ് ഇപ്പോൾ പുള്ളി കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈവായിട്ട്.
അതായത് ആ തിയേറ്ററിൽ തന്നെ പുള്ളി ഒറ്റയ്ക്ക് ഇരിക്കുന്ന പോലെയും കണ്ടിട്ടുണ്ടാവുക. അതായത് പുള്ളിക്ക് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി ശരിക്കും ഇല്ല. വിഷൻ പുള്ളിക്ക് വേണ്ടിയിട്ട് ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ AIസിനൊക്കെ വെച്ച് ശ്രമിച്ചെങ്കിലും അവരും അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവില്ല. പിന്നെ ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ളൊരു ലീക്കായിരുന്നു, അതായത് ഈ ഒരു പടത്തിൽ ജക്കോസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവും എന്നുള്ള പറഞ്ഞിട്ട്. അത് മാത്രമല്ല ഈ ട്രെയിലറിൻ്റെ എൻഡിൽ തന്നെ വേറൊരു അൾട്രോണിനെ പോലെ ഒരു ബോഡി ക്രിയേറ്റ് ആകുന്ന പോലൊരു സംഭവം കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ അത് ആ ജക്കോസ്റ്റ എന്ന് പറയുന്ന ക്യാരക്ടർ ആവാം, ആ AI ആവാം. അതിനുശേഷമാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന ആ സംഭവം, അതായത് നമ്മുടെ ജെയിംസ് പാഡൽ ആസ് അൾട്രോണായിട്ട് ആ പുള്ളിയുടെ മെമ്മറിയുടെ ഉള്ളിൽ തന്നെയാണ് എന്നാലും കാണിക്കുകയാണ്. അങ്ങനെ അൾട്രോൺ പുള്ളിയുടെ ഒറിജിനൽ റോബോട്ടിക് ഫോമിലേക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ വിഷൻ ഇവിടെ റോബോട്ടിക് ഫോമൊന്നുമില്ല, ഹ്യൂമൻ ഫോമിന് മാത്രമേ അനുമതിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഹ്യൂമൻ ഫോമിലേക്കായി മാറുകയാണ്. അങ്ങനെ ഇതിൽ നമ്മുടെ അൾട്രോൺ വിഷൻ്റെ ഒരു അച്ഛൻ്റെ റോളാണുള്ളത്. കാരണം ടെക്നിക്കലി ആലോചിക്കുമ്പോൾ അത് സത്യമാണ്. കാരണം വിഷനെ ശരിക്കും അൾട്രോൺ ആണ് ഓൾമോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഫാദർ ഫിഗർ തന്നെയാണ് പുള്ളി. പിന്നെ ഇവിടെയുള്ള ബാക്കിയുള്ള AIസൊക്കെ നമ്മുടെ വിഷൻ്റെ ഏകദേശം ഒരു സംഭവങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും. പക്ഷേ ഇതിൽ നമ്മുടെ അൾട്രോൺ മാത്രം പുള്ളിയുടേതായിട്ട് ഒരു പേഴ്സണാലിറ്റിയിലായിരിക്കും നിൽക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും, അപ്പോൾ അൾട്രോൺ എങ്ങനെ ഈ വിഷൻ്റെ ബോഡിയിൽ ഉണ്ടാവും എന്നുള്ള കാര്യം അല്ലേ? ആക്ച്വലി ഇതിന് മുമ്പ് തന്നെ ഒരുപാട് തവണ നമ്മുടെ ടോണി സ്റ്റാർക്കും ബ്രൂസ് ബാനറൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതായത് വിഷൻ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷനാണ്. ടോണി സ്റ്റാർക്കിൻ്റെ വർക്ക്, ബ്രൂസ് ബാനറിൻ്റെ വർക്ക്, ജാർവിസ്, അൾട്രോൺ, മൈൻഡ് സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുടെ ഒരു മിക്സാണ് വിഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒരു സാധനം എടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദിച്ചപ്പോഴാണ് നമ്മുടെ ഷൂറി മൈൻഡ് സ്റ്റോൺ മാത്രം സേഫായിട്ട് എടുക്കാൻ പറ്റുന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഇത് എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആ മൈൻഡ് സ്റ്റോൺ മാത്രമാണ് പോയിട്ടുള്ളത്, ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ആ ബോഡി തന്നെ ഉണ്ട്. അങ്ങനെ അതിൽ നമ്മുടെ അൾട്രോണിൻ്റെ ഒരു ഭാഗമുണ്ട്. കാരണം ഓൾമോസ്റ്റ് ആ ഏജ് ഓഫ് അൾട്രോണിൽ തന്നെ നമ്മൾ കണ്ടെത്തുള്ളതാണ് ഒരു 60-70% ആ ഒരു ബോഡിയിൽ അൾട്രോൺ തന്നെയാണ് ശരിക്കും ഉള്ളത്. അങ്ങനെ നമ്മുടെ ഈ അൾട്രോണും കൂടി പുള്ളീനെ ഹെൽപ്പ് ചെയ്യുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് പുള്ളിയുടെ ആ ബാസ്റ്ററുകൾ, ആ മെമ്മറീസൊക്കെ ഇങ്ങനെ റീബൂട്ടായി, അത് വിഷനെ തന്നെ അത് ഹോണ്ട് ചെയ്യുന്ന പോലെയാണ് കാണിക്കുന്നുള്ളത്. അതിലും ബില്ലിയുടെയും ടോമിയുടെയും ഒക്കെ കൂടെയുള്ള ആ സംഭവങ്ങളൊക്കെ നമ്മുടെ വിഷൻ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ആരാണെന്ന് പോലും പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. അതായത് പുള്ളി ആ ഹെക്സിൽ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്ന ആ വിഷൻ്റെ വൈഫായിട്ടുള്ള വാണ്ടയും മക്കളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പുള്ളി അതൊന്നും റിയൽ അല്ല, അതൊക്കെ വെറും ഒന്നുമല്ല എന്നുള്ള രീതിക്ക് പുള്ളീനെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അൾട്രോൺ പറയുന്നത് അത് നിനക്ക് ഉറപ്പാണോ എന്ന്. അപ്പോഴായിരിക്കും എനിക്കൊരു തന്തപ്പടി ഉണ്ടായിരുന്നു, ഒരു മെഷീനായിരുന്നു, വിഷൻ എന്നാണ് പേരെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ടോമീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് വിഷൻ്റെ ഒരു കൊച്ചായിട്ടുള്ള, അതായത് വാണ്ടഡിയും ഇവരുടെ രണ്ടുപേരുടെയും ഒരു കൊച്ചായിട്ടുള്ള ബില്ലീനെ ഓൾറെഡി നമ്മുടെ അഗാധ ഓളെല്ലാം കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഇവരുടെ രണ്ടാമത്തെ മകനെ ഇതിലും കാണാൻ വേണ്ടി പോവാണ്. അതായത് ബില്ലിനെ പോലെ തന്നെ റീഇൻകാർണേറ്റ് ആയ പോലെ തന്നെ ഇവനും ഇതിൽ റീഇൻകാർണേറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഇതിൽ ചിലപ്പോൾ ആ ബില്ലി നമ്മളെ വിഷനെ തേടി വരുന്നതും, അങ്ങനെ ബില്ലിയുടെ ഒരു ബാക്ക് സ്റ്റോറിയൊക്കെ ഉണ്ടാവും. പുള്ളി ഇങ്ങനെ റീഇൻകാർണേറ്റ് ആയി വന്നതെന്നൊക്കെ ഒരു ബാക്ക് സ്റ്റോറിയൊക്കെ ഉണ്ടാവാം. അങ്ങനെ പുള്ളി അതായത് ആ ടോമി അത് ഇൻ്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. ഇത് കണ്ടിട്ട് നമ്മുടെ വിഷന് അന്തം വിട്ട് നിൽക്കുമായിരിക്കും. അപ്പോൾ തന്നെ നമ്മുടെ അൾട്രോണും വന്നിട്ട് കൺഗ്രാജുലേഷൻ എനിക്ക് ആൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് പുള്ളിനെ ഒരു തമാശ രീതിക്ക് കിസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അങ്ങനെ വിഷന് ഇതൊക്കെ പ്രോസസ്സ് ചെയ്യാൻ തന്നെ പറ്റുന്നില്ല. കാരണം ഒരു ഭാഗത്ത് പുള്ളിയുടെ മെമ്മറീസ് തന്നെ പുള്ളിക്ക് എന്താണ് പുള്ളിയുടെ തന്നെയാണോന്ന് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ഇമോഷൻസ് പുള്ളിക്ക് കണക്ട് ആവുന്നില്ല. അതേപോലെ തന്നെ മോൻ ഇവിടെ തപ്പി വന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ മനസ്സിലാവുന്നില്ല. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് രാത്രി ആകാശത്ത് വിഷൻ പുള്ളിയുടെ ആ ബോഡിയിൽ പറക്കുന്നതാണ് കാണുന്നത്. അതിനുശേഷം ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ടോമിയുടെ ഒരു ക്ലോസപ്പ് ലുക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അൾട്രോണിൻ്റെ മോനായിട്ടുള്ള വിഷൻ്റെ മോനായിട്ടുള്ള ടോമി, എന്തൊക്കെയാണ് നടക്കുന്നത് ഇവിടെ. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് വിഷൻ്റെ മൈൻഡിലുള്ള ആ ബിൽഡിങ് തന്നെ ഒരു ചുവന്ന കളറിൽ നമ്മുടെ വിഷനെ തന്നെ ആരോ പ്രോസസ്സ് ചെയ്തിട്ട് ഇങ്ങനെ ആകാശത്ത് നിർത്തിയിരിക്കുന്ന പോലെ കാണാൻ വേണ്ടി പറ്റും. പുള്ളിയുടെ ആ കണ്ണൊക്കെ കണ്ടാൽ തന്നെ കാണാൻ പറ്റും. അതായത് ഒരു ചുവന്ന കളർ മേജിക് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇതിന് മുമ്പ് ചുവന്ന കളർ യൂസ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ വാണ്ട. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് വാണ്ടയായിരിക്കുന്നത്. പക്ഷേ അത് വാണ്ടെന്നല്ല, താഴെ തന്നെ ഒരു ചേച്ചി നിൽക്കുന്ന കാണാൻ വേണ്ടി പറ്റും. അവളാണ് നമ്മുടെ വിഷനെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത്. ഇനി ഇവളാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമിക്കിൽ നമ്മുടെ ഈ ടോമിയുടെ തന്നെ ഒരു ലവ് ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ ഇവളുടെ പേര് ലിസ മോളിനാരി എന്നാണ് കോമിക്കിൽ. അങ്ങനെ ഇവള് മെയിനായിട്ട് യങ് അവഞ്ചേഴ്സിൻ്റെ വില്ലനായിട്ടാണ് കോമിക്സിലൊക്കെ വരുന്നത്. അതായത് വന്ന് ഇപ്പോൾ യങ് അവഞ്ചേഴ്സിനുള്ളൊരു ഒരു ബേസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ. ഈ ക്യാരക്ടറിന് ഇവിടെ എന്താണ് റോളെന്ന് നമുക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ. കാരണം ഇത് വിഷനെ തകർക്കാനാണോ കൊല്ലാനാണോ അല്ലെങ്കിൽ രക്ഷിക്കാനാണോ വന്നിട്ടുള്ളതെന്നൊക്കെ. ഇനി ഒരു പക്ഷേ വേറെ രീതിക്കും ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ വിഷനെ പിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതായിരിക്കാം. കാരണം ഇതിനു മുമ്പ് ഒരുപാട് ലീക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് വിഷൻ്റെ മുകളിൽ തന്നെ ഒരു ബൗണ്ടി ഉണ്ടെന്ന്. അതായത് ചുമ്മാതല്ലല്ലോ, ബില്യൺസ് ഓഫ് ഡോളേഴ്സ് വിലയുള്ള ഒരു വൈബ്രേനിയം ബോഡിയാണ് ഇപ്പോൾ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുള്ളിനെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് സോഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഏജൻസീസോ ആരെങ്കിലും പൈസ കൊടുത്ത് ഹയർ ചെയ്തിട്ടുണ്ടാവും. പുള്ളിനെ പിടിച്ചുകൊണ്ടുവരാണെങ്കിൽ ഇത്രയധികം ബൗണ്ടി വരാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പുള്ളിനെ പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ക്യാരക്ടറൊക്കെ വരുന്നത് തന്നെ. അങ്ങനെ ഈ സീരീസിൽ തന്നെ വേറെ തന്നെ ഒരു വില്ലനായിട്ടുള്ള പാലഡീനെയും കാണാൻ വേണ്ടി പറ്റും. അതായത് ഇതിനു മുമ്പ് നമ്മൾ ലീക്കിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ സെയിം സംഭവങ്ങൾ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് വിഷൻ്റെ ബൗണ്ടിക്ക് വേണ്ടിയിട്ട് ഇതാക്കിയിട്ടുണ്ടാവും. അങ്ങനെ പുള്ളിനെ പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇവരൊക്കെ വരുന്നത് തന്നെ.
അതിനുശേഷം അടുത്തൊരു ഷോട്ടിൽ നമ്മുടെ വിഷൻ പുള്ളിയുടെ ആ ഒറിജിനൽ കളർ ബോഡിയിൽ നിൽക്കുന്ന പോലെയും പുള്ളി ആരും നോക്കി നിൽക്കുന്ന പോലെയും ഉണ്ട്. ഒരു പക്ഷേ ഇത് ചിലപ്പോൾ നമ്മുടെ ഈ വിഷൻ്റെ തന്നെ ആ വൈറ്റ് വിഷൻ ബോഡി ആ ഒറിജിനൽ കളർഡ് വിഷൻ്റെ ആ ഒരു ഇലൂഷനെ നോക്കി നിൽക്കുന്നതായിരിക്കാം. അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. അപ്പുറത്ത് നിൽക്കുന്ന ആ കളർഡ് നമ്മുടെ ഒറിജിനൽ വിഷൻ തന്നെയാണ്. ഇപ്പുറത്ത് നിൽക്കുന്ന ആരാണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ടോമി വിഷൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഒരു സൈക്കോട്ടിക് മർഡറിനെ എന്തിന് തൻ്റെ തലയിൽ ജീവിക്കാൻ വിടുന്നതെന്ന്. അതായത് നമ്മുടെ അൾട്രോണിനെ ആയിരിക്കണം ഉദ്ദേശിക്കുന്നത്. അതായത് അൾട്രോൺ എന്തൊക്കെയായാലും നമ്മുടെ വിഷൻ ഒരു ഫാദർ ഫിഗർ പോലെയാണെങ്കിലും അൾട്രോൺ ആണ്, ഒരു വില്ലനാണ്. അത് മാത്രമല്ല അതിനടുത്തുള്ളൊരു ഷോട്ടിൽ ആ അൾട്രോൺ ഒരു വീല് പോലത്തെ, അതായത് ഒരു ഷിപ്പിൻ്റെ വീല് പോലത്തെ ഒരു സാധനം പിടിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു സംഭവം സിംബലൈസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വിഷൻ്റെ ബോഡി കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അൾട്രോൺ ആണെന്നുള്ള രീതിക്കാണ്. അതിനുശേഷം ഫൈനൽ ബാറ്റിൽ നമ്മുടെ അൾട്രോൺ വീണ്ടും വിഷനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ്. ഇത്തവണ വിഷൻ വെള്ളം കുടിക്കും. മാത്രമല്ല നമ്മുടെ വിഷൻ്റെ ഔട്ട്ഫിറ്റൊക്കെ മൊത്തത്തിലൊന്ന് മാറ്റിയിട്ടുണ്ട്. ഒരു ഗ്രീനിൻ്റെ കൂടെ ഗോൾഡൻ കളറിലൊക്കെ പുള്ളി മാറ്റിയിട്ടുണ്ട്. അതായത് ഒരു പക്ഷേ നമ്മുടെ വിഷൻ പുള്ളിയുടെ ആ റിയലൈസേഷനിൽ എത്തിയിട്ടുണ്ടാവും. അതായത് പുള്ളി തന്നെയാണ് ഒറിജിനൽ വിഷൻ, ഇതൊക്കെ എൻ്റെ മെമ്മറീസ് തന്നെയാണ്, ഇതൊക്കെ എൻ്റെ ഇമോഷൻസ് തന്നെയാണെന്നൊക്കെ ഉള്ള മനസ്സിലാക്കിയിട്ട് ഇനി അൾട്രോണിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പുള്ളിയുടെ ബോഡിയിൽ നിന്ന് പുറത്ത് കളഞ്ഞ് അങ്ങനെ നമ്മുടെ അൾട്രോൺ പുറത്ത് വരുന്നതൊക്കെ ആയിരിക്കാം. അതായത് ആ ഒരു ട്രെയിലറിൽ തന്നെ നമ്മുടെ അൾട്രോൺ പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും റിലീസ് ചെയ്യും, എന്നിട്ട് നീ നിൻ്റെ മകൻ്റെ അടുത്ത് പോകുന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും നമ്മുടെ അൾട്രോൺ പുറത്ത് വരും നോക്കോ. അങ്ങനെ ഒരു പക്ഷേ സീരീസിൻ്റെ എൻഡിലായിരിക്കും നമ്മൾ ഈ ട്രെയിലറിൻ്റെ എൻഡിൽ കണ്ടിട്ടുള്ള ആ അൾട്രോൺ വേഴ്സസ് വിഷൻ എന്നുള്ള ഫൈറ്റ് ചിലപ്പോൾ വരാൻ വേണ്ടി പോകുന്നത്. കാരണം വിഷൻ പുള്ളി ആരാണെന്നുള്ള ആ സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അൾട്രോൺ വിഷനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പുള്ളി പുറത്ത് വരുന്നത്. അങ്ങനെ ഈ ഫൈറ്റൊക്കെ നടക്കുന്നത്. സോ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.